ഉദ്ഘാടന പ്രസംഗത്തിന്റെ ആദ്യാവസാനം മാധ്യമങ്ങൾക്കെതിരെയായിരുന്നു പിണറായിയുടെ പരാമർശങ്ങൾ. എല്ലാ സമരങ്ങളെയും ചില നിക്ഷിപ്ത താല്പര്യക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും എതിർക്കുകയും അധികാരത്തിലിരിക്കുന്ന ശക്തികൾക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്തിട്ടുണ്ട്. സമരങ്ങളിൽ നിന്ന് ചൂടേറിയ ദൃശ്യങ്ങളാണ് കഴുകൻ കണ്ണുകളുമായിരിക്കുന്ന ഇവർക്ക് ആവശ്യം. എന്നാൽ അതിന് LDF-നെ കിട്ടില്ലെന്ന് പിണറായി പറഞ്ഞു. ഉയർത്തുന്ന മുദ്രാവാക്യത്തിന്റെ ശരിയാണ് പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കുന്നത്. അതിന്റെ ഭാഗമായി ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വലതുപക്ഷ ശക്തികളും അവരെ പിന്താങ്ങുന്ന വലതുപക്ഷ മാധ്യമങ്ങളും അതിശക്തമായാണ് പ്രക്ഷോഭങ്ങളെയും സമരങ്ങളെയും എതിർത്തിട്ടുള്ളത്. പുച്ഛിക്കുക, അങ്ങേയറ്റം പരിഹസിക്കുക, ഇത് വലതുപക്ഷം സ്വീകരിക്കുന്ന ഒരു നടപടിയാണ്. ഇടതു സമരങ്ങളെ പുച്ഛിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ തികച്ചും ന്യായമായ സമരങ്ങളെയും അവയുടെ വിജയത്തെയും കണ്ടിലും നടിക്കുകയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് നടത്തിയ സമരങ്ങൾ ഒന്നും നേടാത്തവയാണെന്നാണ് മാധ്യമങ്ങളുടെ കുറ്റപ്പെടുത്തൽ. എന്നാൽ സമരം പിൻവലിക്കാനായി നൽകുന്ന ഉറപ്പുകൾ സർക്കാർ പാലിക്കുന്നില്ലെന്ന കാര്യം മാധ്യമങ്ങൾ കണ്ടിലും നടിക്കുന്നു. ക്ലിഫ് ഹൗസ് ഉപരോധത്തെ ന്യായീകരിച്ച പിണറായി വിജയൻ നാടിന്റെ മഹാഭൂരിപക്ഷത്തിനെയും പിന്തുണ ഈ സമരത്തിനുണ്ടെന്നും അവകാശപ്പെട്ടു. ക്ലിഫ് ഹൗസ് ഉപരോധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പിണറായി പറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്നത് ക്ലിഫ് ഹൗസിന്റെ ഗേറ്റിന് മുന്നിലിരിക്കാനാണ്. ഇതാണ് ഞങ്ങളുടെ സമര ലക്ഷ്യം. നമ്മുടെ ചില ആളുകൾക്ക് ചോദ്യമുണ്ടാകും, എന്തുകൊണ്ട് നിങ്ങൾക്ക് പോലീസിനെ തള്ളിമാറ്റി അങ്ങോട്ട് പോയിക്കൂടാ എന്ന്. അതിനെല്ലാം ഞങ്ങൾക്കൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ നാടിനോട് ഉത്തരവാദിത്വമുള്ള ഒരു മുന്നണിയാണ്. ആ ഉത്തരവാദിത്വം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല. ഇടതു വനിതാ സംഘടനകളിൽ നിന്നുള്ള 2000-ഓളം പേർ ക്ലിഫ് ഹൗസ് ഉപരോധത്തിൽ പങ്കെടുത്തു. സന്ധ്യയുടെ പ്രതിഷേധത്തിനു ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത വഴി കൂടി അടച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ ഉപരോധം. ബാരിക്കേഡുകൾ മാറ്റിയെങ്കിലും സമരക്കാരും പോലീസും ചേർന്ന് ആ വഴിയും അടച്ചു. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.